So, good morning children. നമ്മൾ യൂണിറ്റ് 8 ഡിക് വൈറ്റിംഗ്ടണിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഒരു അനാഥ ബാലനാണ്. ആ ബാലൻ എന്ത് ചെയ്യുന്നു? ലണ്ടനെ കുറിച്ച് അതിശയമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു. അവൻ അതൊന്നും അല്ല എന്ന് അവന് മനസ്സിലാവുന്നു. അവൻ എന്ത് ചെയ്യുന്നു? ഒരു മെർച്ചന്റിന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നു. അതായിരുന്നല്ലോ കഥ. ഇനി നമ്മൾക്ക് അവന്റെ സെക്കൻഡ് പാർട്ട്, ഡിക് വൈറ്റിംഗ്ടൺ പാർട്ട് 2 ആണ് യൂണിറ്റ് 9 ഉള്ളത്. ഓക്കെ. Dick was just in time. The merchant has called for Dick and cook was looking for him everywhere. എന്താണെന്ന് പറഞ്ഞാൽ മെർച്ചന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ലെസണിൽ മെർച്ചന്റ് കച്ചവടക്കാരൻ അയാളെ ഷിപ്പില് ഒരുപാട് സാധനങ്ങളും കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഡിക്ക് എന്താ കൊടുത്തിരുന്നത്? ഒരു കാറ്റിനെയാണ് കൊടുത്തിരുന്നത് അല്ലേ? അപ്പൊ ആ കാറ്റിൽ വന്ന എന്തായിരുന്നു ഇനി സംഭവിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. Duck was just in time. The merchant had called for Dick and cook was looking for him everywhere. കുക്കിനോട് എന്ത് ചോദിച്ചു? ഡിക്ക് എവിടെ എന്ന് മെർച്ചന്റ് ചോദിച്ചു. മെർച്ചന്റ് തിരിച്ചു വന്നു. കടലിൽ പോയി ഷിപ്പിൽ കൊണ്ടുപോയി അവര് സാധനങ്ങളെല്ലാം കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തിയതും ആദ്യം അന്വേഷിച്ചത് ഡിക്കിനെ ആയിരുന്നു. ഡിക്ക് എവിടെ എന്ന് മെർച്ചന്റ് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള കുക്ക് ആരായിരുന്നു? ക്രൂവലായിട്ടുള്ള വുമണാണ്. ഇവനെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വുമണാണ് അല്ലേ? അപ്പൊ ആ സ്ത്രീയോട് എന്ത് ചോദിച്ചു? ഡിക്ക് എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഡിക്ക് ആൻഡ് ദ കുക്ക് വാസ് ലുക്കിംഗ് ഫോർ ഹിം. He called for Dick and the cook was looking for him everywhere. അങ്ങനെ കുക്ക് എന്ത് ചെയ്തു? എല്ലാവരുടെയും ഡിക്കിനെ നോക്കി. The merchant ship had come back with a lot of gold and precious stones. The captain had an interesting story to tell. അങ്ങനെ ഷിപ്പ് തിരിച്ചു വന്നിരിക്കുന്നു. എന്താണ് അവനെ? ഷിപ്പിൽ നിറയെ ഗോൾഡും പ്രഷ്യസ് സ്റ്റോൺസും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിലപിടിപ്പുള്ള ഒരുപാട് രത്നങ്ങളും വൈരങ്ങളും സ്വർണങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ കൂടെ ഒരു കഥയും പറയാനുണ്ടായിരുന്നു. ഇനി എന്താണ് ആ കഥ എന്ന് നമുക്ക് നോക്കാം. Their ship has got cold in a storm. അപ്പൊ ഇയാളെ ഷിപ്പില് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിന്റെ സാധനം കൊണ്ടാണ് പോയിരിക്കുന്നത്. ആ ഷിപ്പ് ഇങ്ങനെ പോയപ്പോൾ the ship has got cold in a storm. ഒരു കൊടുങ്കാറ്റ് വന്നു. എന്താണെന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. എന്തകപ്പെട്ടു? ഷിപ്പ്. But managed to reach a strange island. അങ്ങനെ ഈ ഷിപ്പ് പോയി ഒരു വിചിത്രമായ ദ്വീപിലേക്ക് എത്തിച്ചേർന്നു. സ്ട്രേഞ്ച് ഐലൻഡ്, ഒരു വിചിത്രമായിട്ടുള്ള ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. The captain set a few presents to the king of that island. അങ്ങനെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? അവിടെയുള്ള രാജാവിന്റെ അടുത്തേക്ക് പോയി. കുറച്ച് പ്രസന്റും കൊണ്ട് രാജാവിനെ കാണാനായിട്ട് പോയി. The king was so pleased that he invited the captain to the palace. അങ്ങനെ എന്ത് ചെയ്തു? അവിടുത്തെ രാജാവിന് ഭയങ്കര സന്തോഷമായി. കൊട്ടാരത്തിലേക്ക് ഈ ക്യാപ്റ്റനെ ക്ഷണിച്ചു. ഷിപ്പിലെ ക്യാപ്റ്റനെ ക്ഷണിച്ചു. The captain was offered a lot of things to eat, but to his amazement he found rats nibbling at the food. The whole palace was overrun with rats. ഇനി എന്താണ് അവിടെ വിചിത്രമായിട്ടുള്ള കാഴ്ച കണ്ടത്? Captain was offered a lot of things to eat. ഈ ക്യാപ്റ്റൻ ഭക്ഷിക്കാൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? But to his amazement he found rats nibbling at the food. അപ്പൊ എന്താണ്? എല്ലാ ഫുഡുകളും വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആരാണ്? റാറ്റ്സ് ആണ്. ഇവരുടെ പലഹാരങ്ങളിൽ മുഴുവൻ വന്നിട്ട് എന്ത് വന്ന് തിന്നുകൊണ്ടിരിക്കുന്നു? റാറ്റ്. The whole palace was overrun with rats. ആ കൊട്ടാരം മുഴുവൻ എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? എലികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. Why don't you do something about this? He asked the king. അപ്പൊ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഒന്നും ചെയ്യാത്ത? Why don't you something about this? ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? He asked. The king shook his head. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഇങ്ങനെ തലയാട്ടി. എന്താ പറഞ്ഞത്? We had tried everything but nothing works. ഞങ്ങൾ എലികളെ നശിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഒന്നും എന്ത് ചെയ്തില്ല? ഏറ്റില്ല. But nothing works. I shall give half my treasure for anything that could destroy these rats. ഞാൻ വിളംബരം ചെയ്തു. ആരാണോ ഈ റാറ്റുകളെ മുഴുവൻ നശിപ്പിക്കുന്നത് അവർക്ക് എൻ്റെ സമ്പത്തിന്റെ പാതി കൊടുക്കാം എന്നാണ്
രാജാവ് പ്രഖ്യാപിച്ചിരുന്നത്. എന്ത് പറഞ്ഞു? ആരാണോ ഈ റാറ്റ്സുകൾ മുഴുവൻ ഇല്ലാതാക്കുന്നത് അവർക്ക് എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ കയ്യിലുള്ള ട്രഷറിന്റെ പകുതി, എൻ്റെ നിധിയിൽ പകുതി അവർക്ക് കൊടുക്കാം എന്നാണ് രാജാവ് പറഞ്ഞത്. The captain jumped up. I have the very thing, he cried. I have a rat that will eat up all these rats. Captain അപ്പം എന്ത് പറഞ്ഞു? The captain jumped up. വേഗം ചാടി എണീച്ചിട്ട് ക്യാപ്റ്റൻ പറഞ്ഞു, I have very thing, he cried. എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട് എന്ന് അയാൾ പറഞ്ഞു. I have a rat that will eat up all these rats. എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ ഒരു പൂച്ചയുണ്ട്, ആ പൂച്ച ഈ എല്ലാ റാറ്റിനെയും തിന്ന് നശിപ്പിക്കും. What is more, it will have kittens which will grow up to the cats and soon there will be no rats in this island. What is more, ഇനി എന്ത് വേണം? It will have kittens. അതൊക്കെ വലുതാകുമ്പോൾ എന്താണ്? വീണ്ടും പൂച്ച വലുതായി കഴിഞ്ഞാൽ കിറ്റൻസ് ഉണ്ടാവും. കിറ്റൻസ് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞു പൂച്ചക്കുട്ടികൾ ഉണ്ടാവും. വിച്ച് വിൽ ഗ്രോ അപ്പ്, പിന്നെ ആ പൂച്ച കുഞ്ഞുങ്ങൾ വലുതായി കാറ്റ്സുകളാവും. ആൻഡ് സോ ദർ വിൽ ബി നോ റാറ്റ്സ് ഇൻ ദിസ് ഐലൻഡ്. പിന്നീട് ഈ ദ്വീപിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഒരിക്കലും റാറ്റ്സുകൾ ഉണ്ടാവില്ല എന്ന് ആര് പറഞ്ഞു? ക്യാപ്റ്റൻ. ആരോട് പറഞ്ഞു? രാജാവിനോട് പറഞ്ഞു. ഓക്കെ.